मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। വാവ്, എത്ര മനോഹരമായ വെള്ളച്ചാട്ടാണിത്. കൊച്ചലിയ, ഈ ദേശം എത്ര സുന്ദരാണല്ലേ. ബണ്ണി, നീ എന്താ ഇത്ര ടെൻഷൻ ആയിരിക്കുന്നേ? അപ്പൂപ്പൻ കത്തെഴുതി വേഗം വരാൻ പറഞ്ഞില്ലേ, അതിന്റെ ടെൻഷനാ എനിക്ക്. അപ്പൂപ്പന് ഒന്നും വരുത്തല്ലേ. നമ്മൾ പോവുകയല്ലേ, പ്രശ്നമുണ്ടായാൽ നമ്മൾ സോൾവ് ചെയ്യും, സംശയമുണ്ടോ? കൊച്ചലിയ, ദേ അത് കണ്ടോ, നമ്മൾ എത്തി. പേപ്പർ വാങ്ങിച്ചോ, ന്യൂസ് പേപ്പർ. പേപ്പർ വാങ്ങിച്ചോ, ന്യൂസ് പേപ്പർ. പേപ്പർ വാങ്ങിച്ചോ, ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ. പേപ്പർ വാങ്ങിച്ചോ, ന്യൂസ് പേപ്പർ. പേപ്പർ വാങ്ങിച്ചോ, ന്യൂസ് പേപ്പർ. അപ്പൂപ്പ, ഹായ്. ഓടിക്കോ, അവന്മാരെ അയച്ചിരിക്കുന്നത്. പേടിക്കണ്ട, അതെന്റെ പേരക്കിടാങ്ങളാ. ഞാൻ വിളിച്ചിട്ട് വന്നതാ, തുള്ളിച്ചാടി. പക്ഷെ ഞങ്ങൾ തുള്ളിച്ചാടാതെയാണ് വന്നത്. ഈ ലോകം മൊത്തം മാറിയിട്ട് നീ ഇതുവരെ മാറിയിട്ടില്ലല്ലോടാ. അപ്പൂപ്പ, എന്റെ കുട്ട. അപ്പൂപ്പ എന്തിനാ ഞങ്ങളെ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അത് മോനെ, കുറച്ചാൾക്കാർ ഇവിടെ എല്ലാം നശിപ്പിച്ച് ഇവിടെ സ്റ്റേഡിയം ഉണ്ടാക്കാൻ നോക്കുന്നു. അവരാരാണ്? ക്രിക്കറ്റ് ഗ്യാങ്. അപ്പൊ ഇദ്ദേഹമാണോ ഞങ്ങളെ വിളിച്ചത്? എങ്കിൽ മാച്ചിൽ ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഞങ്ങൾക്ക് എന്തായാലും മാച്ച് കളിക്കണ്ട. ടീമിൽ 11 പേരെ കളിക്കാൻ പറ്റുള്ളൂ. ഇത്രയും പേരൊന്നും കളിക്കാൻ പറ്റില്ല. ഇത് ക്രിക്കറ്റ് ടീമല്ല, ഗുണ്ടകളുടെ ടീമാണ്. സിൽക്ക് ഡ്രസ് ഇട്ടോണ്ട്. ഇത് സിൽക്കിന്റെ അല്ല, കോട്ടന്റെ തുണിയാണ്. സംശയമുണ്ടോ? ഇവര് നിങ്ങൾ കരുതുന്ന പോലുള്ള ആൾക്കാരല്ല, ഗുണ്ടകളാ. ഈ സ്ഥലം അപഹരിക്കാൻ വേണ്ടി വന്നിരിക്കുക. ദേ നോക്ക്, ഹിംസ കൊണ്ടൊന്നും സാധിക്കാൻ കഴിയില്ല. സ്റ്റേഡിയം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലം കണ്ടെത്തിക്കോ. ഇതൊരു നല്ല സ്ഥലമാണ്. ഇത്രയും നല്ലൊരു സ്ഥലം ഈ സിറ്റിയിൽ എവിടെയും ഇല്ല. മാത്രമല്ല സമതല പ്രദേശമാണ്, ടോട്ടലി ഫ്ലാറ്റ്. സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം തന്നെയായത്. ഞങ്ങൾ സ്റ്റേഡിയം ഇവിടെ തന്നെ ഉണ്ടാക്കും. ഞങ്ങൾ കളിക്കും, വേൾഡ് കപ്പ് ജയിക്കും. അങ്ങനെ വേൾഡ് കപ്പ് നടത്തി ഞങ്ങൾ കൈ നിറയെ കാശുണ്ടാക്കും. ഇവിടെ സ്റ്റേഡിയം ഉണ്ടാക്കാൻ കഴിയുകയില്ല. എന്ത്? ഞങ്ങളെ വെല്ലുവിളിക്കണോ? കൂട്ടുകാരെ, സ്റ്റാർട്ട് ദ മാച്ച്. ഇന്ന് പിടിച്ചോ ബൗൺസർ. ഇന്ന്
അമ്മച്ചി. ഓ എന്റെ അമ്മച്ചി, എല്ലാരും എന്നെ തന്നെയാണ് എറിഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് എറിയാനായിട്ട് ഒരു അവസരം താ. ദയവ് ചെയ്ത് എന്നെ എറിയരുത്. ഇപ്രാവശ്യം ഭാഗ്യം കൊണ്ട് നിങ്ങളാണ് മാച്ചിൽ വിജയിച്ചത്. അടുത്ത തവണ ഞങ്ങളായിരിക്കും വിജയിക്കുക, ഓർമ്മിച്ചോ? അല്ല പിന്നെ. ഞാൻ നിങ്ങളെപ്പോലെ അടിപിടിയൊന്നും കൂടുകയില്ല. ഞാൻ വളരെ സാധുവാണ്. അല്ല മോനെ, നീ എന്തായാലും നന്നായിട്ട് കളിച്ചു. എന്നാൽ ഞാൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ആ ഇവനോട് സംസാരിച്ച വട്ടാകും. നമുക്ക് അർജന്റ് മീറ്റിംഗ് ഉണ്ട്. എല്ലാരും സിൽക്കിന്റെ ഉടുപ്പണിഞ്ഞിട്ട് വരൂ. ഞങ്ങളുടെ പക്കൽ സിൽക്കിന്റെ തുണികളൊന്നും ഇല്ലല്ലോ. എന്തുണ്ടോ അതെടുത്ത് വന്നാൽ മതി. വേഗം വരൂ, നമുക്ക് ഉശിരനായിട്ട് പോകാം. എന്നാൽ അങ്ങ് ഉശിരനല്ലോ. ചെറുപ്പത്തിൽ ഞാൻ നല്ല ഉശിരനായിരുന്നു. എന്നാ പോകാം. ഈ പ്രതിമ ആരുടേതാണ്? ഇത് ഷേർസിംഗിന്റെയാണ്. വലിയ ഫൈറ്റർ ആയിരുന്നു അദ്ദേഹം. നല്ല ശക്തിശാലിയാ. പാവങ്ങളുടെ രക്ഷകനായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തെ പൂജിക്കുന്നവരുമുണ്ട്. വരൂ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. വേഗം വന്നേ, നമുക്ക് അകത്തേക്ക് പോകാം. ആ ക്രിക്കറ്റ് ഗുണ്ടകളെ എന്തിനാ തല്ലാൻ പോയത്? അവന്മാര് വീണ്ടും വരും, സിൽക്കിന്റെ ജുബയും ഇട്ടോണ്ട്. ഇവൻ പറയുന്നത് എന്തായാലും ശരി തന്നെയാ, ഉശിരനായിട്ട്. മുത്തശ്ശ, അവരെ തല്ലാതിരുന്നെങ്കിൽ ഈ സ്ഥലം തന്നെ നമുക്ക് നഷ്ടമാകുമായിരുന്നു. ഇവൻ പറഞ്ഞതും ശരി തന്നെയാ, ഉശിരനായിട്ട്. 4 ദിവസം കഴിയുമ്പോ ഇവനങ്ങ് പോകും. നമ്മൾ ഇവിടെ തന്നെ ജീവിക്കേണ്ടവരാ, അതും അവന്മാരുടെ കൺവെട്ടത്ത്. ഓർത്തോ? ഇവൻ പറഞ്ഞതും ശരി തന്നെയാണ്, ഉശിരനായിട്ട്. മുത്തശ്ശ, നിങ്ങൾ ഇവരുടെ സൈഡാണോ അതോ ഞങ്ങളുടെ സൈഡോ? ഇവർ പറയുന്നത് ശരിയാണോ, ഞങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ്. എന്നാൽ ഇതിൽ ആര് പറയുന്നതാണ് ശരി? ഉശിരയുടെ എന്ന് പറയാൻ അങ്ങ് മറന്നുപോയി. മോനെ, ഞാൻ ചെറുപ്പത്തിൽ നല്ല ഉശിരനായിരുന്നു. ചെറുപ്പത്തിൽ നിങ്ങൾ അടിച്ചു പൊളിച്ചില്ലേ? ഞങ്ങളെ എന്തിനാ നശിപ്പിക്കാൻ നോക്കുന്നേ? സിൽക്കിന്റെ കുപ്പായ ഇടാൻ പറഞ്ഞ്. നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് നന്നായിട്ട് ഓർത്തോണം. ആഹാ, പറയാൻ വളരെ എളുപ്പമാണ്. അവർക്കൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയില്ല. കണ്ടില്ലേ നിങ്ങള് അവർ എത്ര ഫാസ്റ്റ് ആയിട്ടാ ബോൾ ചെയ്യുന്നെന്ന്? അവര് നമ്മളെ ഒരു പരുവത്തിലാക്കും. സിൽക്കിന്റെ കുപ്പായിട്ട്. ഓക്കേ, ഞങ്ങൾ കോട്ടന് തുണിയിട്ടോണ്ട് വന്നേക്കാം. നിങ്ങൾ ഞങ്ങളെ വഴിയാതാരാക്കും. മതിയാക. ഞാനാണ് മൂത്തവൻ. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നീയൊക്കെ വാടക തന്നിട്ട് തന്നെ 3 മാസം കഴിഞ്ഞു. എന്നിട്ടിപ്പോ സംസാരിക്കാൻ വന്നിരിക്കുന്നു. ഇവിടുന്ന് പോണോന്നുള്ളവർക്ക് പോകാം. ഇവർ 4 പേരും ഇവിടെ തന്നെ താമസിക്കും. ഇവർ ആ ക്രിക്കറ്റ് ഗ്യാങ്ങിനെ തന്നെ അടിച്ചോടിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും അവർക്ക് ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടാവില്ല. നമ്മളെ നോക്കി എല്ലാരും ചിരിക്കുകയാണ്. നമ്മൾ യോർക്കർ ബോളിട്ട് അവരെ ഔട്ടാക്കാൻ നോക്കിയതാ. പക്ഷെ അത് ഫുൾ ടോസ് ആയി. അവന്മാര് 6 അടിച്ചു. എന്തോന്ന് ബോസ്, അവന്മാരെല്ലാരും കൂടെ നമ്മളെ അടിച്ച് പഞ്ഞിക്കിട്ടിരിക്കുക. ബോസ്, എല്ലാം ശരിയാകും. നോക്കൂ, ഞാൻ ആരെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. അല്ല, ഇവരാരാണ്? ആരാ ഇവർ? പട്ടം രാജാക്കന്മാർ. ഇതാണോടോ നിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്? ഒരു മാച്ച് തോറ്റപ്പോ കളി തന്നെ നീ മറന്നുപോയോ? ക്രിക്കറ്റ് ഉപേക്ഷിച്ച് പട്ടം പറപ്പിക്കാൻ പോകുന്നോ?
മണ്ടതരം പറയല്ലേ. എന്ത്? എന്റെ ബോസെ പറയുന്ന കേൾക്ക്, ഇവര് പട്ടം ഫൈറ്റേഴ്സാ. മുന്നയും ചുന്നയും പട്ടം കൊണ്ട് ഇവരെല്ലാവരെയും അമ്മാനമാടും. വലിയ പുള്ളികളാ ഇവര്. അതെയോ? ബൗളർ വേഗം വാ, ഒരു ബോൾ എറിയേ. കൃത്യമായി എറിഞ്ഞ് ഇവരുടെ പണി തീർക്കണം കേട്ടോ. എന്നാ പിടിച്ചോ. അത്രക്കായല്ലേ? ഇന്നാ ഇനി എന്തെങ്കിലും കാണിക്കണോ ഞങ്ങള്? വേണ്ട, മതി. എറിഞ്ഞ യോർക്കറെ കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. ഇതുപോലുള്ള കഴുതകൾ 10 ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ, അല്ലേ മുന്ന? അതെ ടുന്ന. അതെ അതെ, മുന്ന ടുന്ന. വേഗം ചെല്ല്. ചെന്നവർ വേഗം ബോൾഡ് ആക്കിയിട്ട് വാ. 4 പേരും ഇന്ന് തന്നെ പവലിയനിൽ നിന്ന് പുറത്തേക്ക് പോണം. ഞങ്ങൾ കൊണ്ടുവന്ന പട്ടം വെച്ച് അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കും. അതോടെ അവന്മാരുടെ സ്ഥലം വിടും. അല്ലേടാ ടുന്ന? അതെ മുന്ന. കമോൺ ബനി, പാസ് ചെയ്യേ, പാസ് ചെയ്യേ. ഏതാ വേണ്ടെന്ന് പറയേ. കൊള്ളാം, അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചിരിക്കുകയാണ്, ഞാൻ ജയിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ബോളിനെ എന്തിനാ പൊട്ടിച്ചത്? അറിയാതെ പറ്റിപ്പോയതാ, അല്ലേ മുന്ന? അതേ ടുന്ന. ഉയ്. ഇപ്പൊ ബോളിലെ കാറ്റ് പോയി, ഇനി ഇവരുടെ കാറ്റ് പോയിക്കണം. അല്ലേ ടുന്ന? അതെ മുന്ന. കൊള്ളാം, അടിച്ചു പൊളിച്ചു തിമിർത്തു. ഒരേ സമയത്ത് 3 പട്ടം പറപ്പിക്കുന്നു. എനിക്ക് ഡ്രാഗനാണ് വളരെയധികം ഇഷ്ടപ്പെട്ടത്. എങ്കിൽ നിനക്ക് ഡ്രാഗൺ തന്നെ തന്നേക്കാം. ഈ പട്ടം വെച്ച് ഇവര് നമ്മൾ തല്ലുകയാണ്. അതെ, ഞങ്ങൾ തള്ളുക തന്നെ ചെയ്യും. ഇവിടെ വിട്ട് നിങ്ങൾ പോകുന്നത് വരെ. അല്ലേ ടുന്ന? അതെ മുന്ന.
ഇവരെ തീർച്ചയായും ആ ക്രിക്കറ്റ് ഗാങ്സ് ആയിരിക്കും അയച്ചത്. തല്ല്! ഓ. തല്ല്! നിങ്ങളും മര്യാദയ്ക്ക് പൊക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും തല്ലി മേടിക്കും. ഇന്നാ പിടിച്ചോ കൂട്ടുകാരെ. കര, 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 കര. കര, 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 കര. ആദ്യമായിട്ട് ഒരു പരുന്ത് തത്തമ്മയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങുന്നു. സംശയമുണ്ടോ? ഞാൻ ഇവരെ പോലെ തല്ലൊന്നും കൂടുകയില്ല. ആ ഡ്രമ്പ് നമ്മൾ നോക്കിയാണല്ലോ വരുന്നത്. കര, 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 കര. ഹാ. ഹിയ. നമ്മുടെ പട്ടം പൊട്ടിപ്പോയി. അയ്യോ, അടുത്തത് നിങ്ങളെ ഞാൻ പറപ്പിക്കും. ഹിയ, ഹിയ. ശബാഷ് ബണ്ണി. നിങ്ങൾക്ക് ഈ സ്ഥലം വേണമല്ലേ? വേണം, നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി ഇവിടെ കണ്ട കയ്യും കാലും അടിച്ചു കൊടുച്ചാളയും. ഇനി ഇവരെ ഒരിക്കലും തിരിച്ചു വരില്ല. സംശയമുണ്ടോ? ഇവർ വരില്ലായിരിക്കാം. എന്നാൽ മറ്റാരെങ്കിലും വരും. ആ സിൽക്ക് കുപ്പായം അണിഞ്ഞ ആ ക്രിക്കറ്റ് ഗ്യാങ് വെറുതെ ഇരിക്കും നോക്കണ്ട. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാൻ പോവാണ്. അതൊന്നും മനസ്സിലാക്ക്. അങ്ങെന്തായാലും കലക്കി മുത്തശ്ശ. ഞാൻ കലക്കിയതൊക്കെ എന്റെ ചെറുപ്പത്തിലായിരുന്നു. ഇവർ പറയുന്നതും തീർച്ചയായും ശരിയാണ്. ഇനി ആ ക്രിക്കറ്റ് ഗ്യാങ് ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ഇതിനെന്തായാലും ഒരു അവസാനം കണ്ടുപിടിച്ചേ പറ്റൂ. അല്ല, ഒരു കാര്യം മനസ്സിലായില്ല. പട്ടമാണോ പറഞ്ഞത് അതോ നിങ്ങളാണോ പറഞ്ഞത്? അല്ല, അത് പിന്നെ മുന്ന തുന്ന ഇനി ടോസ് ഇടാനൊന്നും പറ്റില്ല. നിങ്ങൾ മാച്ചിൽ തോറ്റു. ബൗളർ ശക്തനാണെങ്കിൽ മെയ്ഡൻ ഓവർ നേടിയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളുടെ ബോളിൽ പറഞ്ഞത് 6 അല്ലേ? അവര് ഭയങ്കര ഫൈറ്റേഴ്സ് ആണ് അല്ലേ മുന്ന? അതെടാ തുന്ന. സ്പിൻ എറിഞ്ഞ് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബൗൺസർ ഇട്ടാലേ എന്തെങ്കിലും നടക്കൂ. നമ്മൾ ഇത്ര പേരുണ്ടായിരുന്നിട്ടും അവരൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ബൗൺസർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? എടാ, ഇത് ബൗൺസർ അല്ല, ബൗൺസർ ബോൾ. അതായത് ഗുരുകണ്ടാൾ. ഗുരുകണ്ടാളിനെയോ? കുംഫു മാസ്റ്റർ ഗുരുകണ്ടാൾ. അദ്ദേഹത്തെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടേ ഇല്ല. ഒരു പട കുതിരയാ. ഗുരുകണ്ടാൾ.
എടാ കോഴിക്കള്ള, എന്നെ ഒന്ന് പുറത്തേക്ക് വിട്. കോഴിക്കള്ള, നിനക്ക് എത്രയ്ക്ക് ധൈര്യമോ? നീ കോഴിയെ മോഷ്ടിക്കാനല്ലേ ഇതിനകത്തേക്ക് വന്നത്? ആ? ഞാൻ അതിലേക്ക് വന്നതില്ല. എന്നെ കണ്ട കോഴിക്കള്ളനെ പോലെ തോന്നുന്നുണ്ടോ? അല്ല, നിന്നെ കണ്ടാൽ പെരുങ്കള്ളനെ പോലെയാ തോന്നുന്നത്. മനസ്സിലായോടാ നിനക്ക്? ഞാൻ ക്രിക്കറ്റ് ഗാങ്ങിന്റെ ആളാ. ക്യാപ്റ്റനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞത്. ഞാൻ ഫുട്ബോൾ മാത്രമേ കളിക്കുകയുള്ളൂ. എനിക്ക് ക്രിക്കറ്റ് എന്നാൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. പണം കിട്ടിയാൽ എന്ത് പണി വേണമെങ്കിലും ഞാൻ ചെയ്യും. നിനക്ക് മനസ്സിലായോ? ആ, തരാം. എന്നെ പുറത്തിറക്ക്. നമുക്ക് രണ്ടുപേർക്കും കൂടെ പുറപ്പെടാം. നമുക്ക് ഉടൻ തന്നെ അവരെ ആക്രമിക്കണം. കൊള്ളാം. ഒരു ആവശ്യവുമില്ലാതെ പുൽത്തകടിയിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്ന പറയുന്നത്. പുൽത്തകടി നമ്മുടേതാണ്, ചെരുപ്പും നമ്മുടേതാണ്. പിന്നെ നടന്നാൽ എന്താണ് പ്രശ്നമുള്ളത്? പക്ഷെ പുൽത്തറ എവിടെയാണുള്ളത്? ഇടാ, ഇത് പഴഞ്ചൊല്ലാണ് കഴുതേ. പഴഞ്ചൊല്ലെന്ന് വെച്ച് തോന്നുന്നതൊക്കെ പറയാമോ? സത്യത്തിൽ കഴുത ഇവരാ. നിന്റെ വായൊന്ന് പൂട്ടി വയ്ക്കാമോ? വേണമെങ്കിൽ പൂട്ടി വെക്കാം. പക്ഷെ പൂട്ട് എവിടെ പൂട്ടുക? ഇവൻ നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതാ. അതൊന്ന് മനസ്സിലാക്ക്. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് മുത്തശ്ശ. എന്നോട് വായടയ്ക്കാൻ പറയുകയാണോ അതോ വേറെന്തെങ്കിലും ആണോ? കൊടുങ്കാറ്റ് വരുന്നത് നോക്കി ഇരുന്നിട്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ല, എനിക്കെങ്ങനെ അറിയാം കൊടുങ്കാറ്റ് വരാൻ പോകുന്നു? കൊടുങ്കാറ്റെന്ന് വെച്ച ക്രിക്കറ്റ് ഗ്യാങ്ങാടാ. എന്നാ പിന്നെ ക്രിക്കറ്റ് ഗ്യാങ് എന്ന് പറഞ്ഞൂടെ? എന്തിനാ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്? എല്ലാവരും വെറുതെ കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പറയുന്നത് കേൾക്ക്. അവർ അടുത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നോക്കിയിരിക്കാതെ നമ്മൾ കയറി അവരെ അറ്റാക്ക് ചെയ്യണം. അതെ, ഇതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, നിങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്നും പുറപ്പെട്ടു പോകണം. നിങ്ങളെക്കാളും വലുതല്ല എനിക്ക് ഈ സ്ഥലം. അത് ആദ്യം മനസ്സിലാക്ക്. നിങ്ങൾ വേഗം ഇവിടുന്ന് പുറത്തേക്ക് വെക്കോ. ഞാൻ ഏതായാലും ഈ സ്ഥലം അവർക്ക് കൊടുക്കാൻ പോവാ. അപ്പൂപ്പ, ഈ സ്ഥലം കൊടുത്തിട്ട് അപ്പൂപ്പ എവിടേക്ക് പോവാൻ പോവുക? ഇതൊരു ചെറിയ ലോകമല്ലേ എന്റെ മോനെ. എനിക്കായി ഒരു സ്ഥലം ഉണ്ടാകും. ഒരു പ്രശ്നവുമില്ല. ഇല്ല മുത്തശ്ശ, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. ഞങ്ങൾ ഇനി കൊടുക്കാൻ പോകുന്ന പണിക്ക് അവന്മാർ ഇനി ഈ സ്ഥലത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുക പോലുമില്ല. ഞങ്ങളും നിന്നോടൊപ്പം ഉണ്ട്. മുത്തശ്ശൻ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചു. അദ്ദേഹത്തിന് വിഷമമുണ്ടാകരുത്. ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി കാണിക്കേണ്ട ദിവസമായെന്ന് സിൽക്കിന്റെ കുപ്പായമണിഞ്ഞ്. അതെ, നമ്മൾ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ പാടില്ല. ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. ക്രിക്കറ്റ് ഗ്യാങ്, നിങ്ങളെ ആൾ ഔട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. ഡ്രിങ്ക്സ് ബ്രേക്കിന്റെ സമയത്ത് പോയതാ. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അവനെ കാണുന്നില്ല. എവിടെ പോയി കിടക്കുകയാണോ? നന്നായിട്ട് മേടിച്ചു വന്നിരിക്കാന്ന് തോന്നുന്നു. നിന്റെ മോന്തയ്ക്ക് എന്ത് പറ്റിയടാ? വരുന്ന വഴിക്ക് ഇദ്ദേഹത്തോട് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ചോദിച്ചു. അതിനുള്ള മറുപടി ആയിട്ട് തന്നതായി ഈ സമ്മാനം. എന്ത് ആൾക്കാരാ നിങ്ങളുടെ അടുത്തുള്ളത്? ഒരു മര്യാദയുമില്ല. ആരോട് എന്ത് ചോദിക്കണം, എന്ത് പറയണമെന്ന് ഇവർക്ക് ഒന്നും തന്നെ അറിയില്ല. ക്ഷമിക്ക്, ഇവനൊരു കഴുതയാ. എപ്പോഴും ഇവൻ 12th മാനാ. ഇവൻ ഒരിക്കലും കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങില്ല. അദ്ദേഹത്തോട് തന്നെ നീ ഈ ചോദ്യം ചോദിച്ചല്ലോടാ. ശരി, എന്റെ പണി എന്താണെന്ന് പറയേ. അതിന് കൂലിയായി എത്ര കാശ് നിങ്ങൾ എനിക്ക് തരുമെന്ന് വേഗം പറയേ. 2 പൂച്ച, ഒരു തത്തമ്മ, ഒരു ഡോഗ്. ഇവർക്കാണ് അടി കൊടുക്കേണ്ടത്. പറ്റുമോ? എന്റെ അമ്മച്ചി എന്നെ എന്തിനാ തല്ലിയത്? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. സത്യമായിട്ട് എനിക്കറിയാം. ഇവനാണ് അറിയാത്തത്. ഇവനെ ആദ്യം തല്ലേണ്ടത്. എടാ, പാട്ടിയുടെ അടുത്തും പൂച്ചയുടെ അടുത്തും തല്ലുകൂടാൻ വേണ്ടിയാണോ നീ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്? അവര് 4 പേരും വലിയ ഫൈറ്റേഴ്സാ. ഞങ്ങൾക്ക് സ്റ്റേഡിയം പണിയാൻ വേണ്ടി അവർ സ്ഥലം വിട്ടു തരുന്നില്ല. അവരെ ഇവിടുന്ന് ഓടിക്കണം. അങ്ങനെ ഓടിച്ചാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ സമ്മാനം തരും. അവരിപ്പോ എവിടെയാ ഉള്ളത്? അടിയങ്ങള് പുറകിൽ തന്നെ ഉണ്ടേ.
ഞങ്ങൾ നിങ്ങളുടെ പുറകെ, നിങ്ങൾ ഞങ്ങളുടെ പുറകെ. സോ മച്ച് ഫൺ. ഞങ്ങളുടെ ഗ്രൗണ്ടിൽ മാച്ചിന് വന്നിരിക്കുകയാണോ? ഇത്തവണ നിങ്ങൾ തോൽക്കും. ഇന്നത്തെ തോൽവി നിന്റേതായിരിക്കും. ആ സിൽക്കിന്റെ കുപ്പായമിട്ട് ആ ഇത് ഡയലോഗ് പറയാനുള്ള സമയമല്ല, ആക്ഷന്റെ സമയമാണ്. പൊളിക്കും ഞാൻ. പൊളിക്കാൻ തന്നെ ഞങ്ങൾ വന്നത്. ഇന്ന് തന്നെ ഞങ്ങൾ പൊളിച്ചെടുക്കും. എന്നെ കളിയാക്കാൻ മാത്രം വളർന്നോ നിങ്ങൾ? അയ്യോ അയ്യോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മതിയാക്ക്, ഒന്ന് മതിയാക്ക്. എന്റെ അമ്മോ, ഇവന്റെ അടുത്താണോ കളി? സിൽക്കിന്റെ കുപ്പായം അണിഞ്ഞ് ആ പക്ഷെ സിൽക്ക് തുണിയിട്ട് ആരും തന്നെ ഇല്ലല്ലോ. എടാ അതൊക്കെ പോട്ടെ, അവന്റെ കയ്യിലെ മണി കണ്ടോ? എന്തിനാ അതൊക്കെ നോക്കുന്നത്? അയാളെ വിട്ടേക്ക്. ക്രിക്കറ്റ് ഗ്യാങ്ങിനെ തല്ലാം. പോപ്പട്ട് ഇവൻ മണി വെച്ചുകൊണ്ട് വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ശ്രമിച്ചോ? ഇപ്പോൾ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഇനി നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. എനിക്കും കൂടി ഫൈറ്റ് ചെയ്യാനുള്ള അവസരം തരാം. എന്റെ അമ്മച്ചി. തനിക്ക് മണിയടിക്കാനുള്ള സമയമായി കഴിഞ്ഞു.
സംഭവിച്ചത്? എന്നാ ഇപ്പൊ എന്റെ ബോളിംഗ് കണ്ടോ? വേഗം പോ, രക്ഷിക്ക്. അയ്യോ, അടിക്കാൻ മാത്രമേ നമ്മൾ തമ്മിൽ കരാറുള്ളൂ. രക്ഷിക്കണമെങ്കിൽ കൂടുതൽ പണം തരേണ്ടി വരും. എന്താ, സമ്മതമാണോ? തരാം. ഞങ്ങൾ ഈ മാച്ചിൽ തോൽക്കാതെ രക്ഷിക്കണം. പ്ലീസ് പ്ലീസ്. എടാ, എന്റെ അടുത്ത ഇര നീയൊക്കെയാ. മാറിക്കോ. എങ്ങനെയുണ്ട് ഇപ്പോൾ? എങ്ങനെയുണ്ട്? ഇവനെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാം. ആദ്യം നമുക്ക് ഹണിയെ ഇവിടുന്ന് മാറ്റണം. ബണി, ഹണിയെ രക്ഷിക്കൂ. ഏയ്, പുറത്തേക്ക് പോ. എടോ, ഞങ്ങളുടെ വിക്കറ്റ് പോയിരിക്കുക. എണീക്കാനൊന്നും വയ്യ. ഡാ, ഞാനല്ലേ പറയുന്നത്, വേഗം അവരെ പോയി പിടിക്കേ. വേണ്ട വേണ്ട, അവര് വേൾഡ് ചാമ്പ്യൻസാ. വേൾഡ് ചാമ്പ്യൻസുമായിട്ട് നമുക്ക് മാച്ച് കളിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ മാച്ച് ബെസ്റ്റ് ആയിരിക്കും. ഞാനത് സ്ഥാപിച്ചു തരാം. കാരണം ഞാൻ ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേഡിയം തിരിച്ചു കിട്ടുകയും ചെയ്യും. വേഗം എന്നോടൊപ്പം വാ, സമയം പാഴാക്കാതെ. ഹണി, ഹണി, ഹണി. ഹണി, എഴുന്നേൽക്കടാ മോനെ, എഴുന്നേൽക്ക്. എടാ ചക്കരക്കുട്ട, എഴുന്നേക്കടാ. ഇവിടുന്ന് ഉടൻ തന്നെ പോകണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്താ നിങ്ങളാരും എന്റെ വാക്ക് കേട്ടില്ല? നമ്മളെ രക്ഷിക്കാൻ നോക്കിയതുകൊണ്ടല്ലേ അവൻ ഇത്രയും വലിയ പ്രശ്നമുണ്ടായത്. നോക്ക്, എന്റെ ഹണിക്ക് എന്താണ് സംഭവിച്ചത്? മുത്തശ്ശ, ഹണിക്ക് ഭേദമാകും. സംശയമുണ്ടോ? അവന്റെ ഈ മണി കൊണ്ടുള്ള അടി വളരെ അപകടം പിടിച്ചതാണ്. അവന്റെ അടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഷേർ സിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലുള്ള മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ചെറിയ കുട്ടി ഹണിയാണ്, ഷേർ സിംഗ് അല്ല. അതുകൊണ്ട് അവനെ ഇപ്പോഴത്തേക്ക് വെറുതെ വിടാം. പേടിക്കണ്ട, നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാം. എല്ലാം ഉടൻ തന്നെ ശരിയാക്കും മുത്തശ്ശ. അവൻ ഇനി പഴയപടി ആവില്ല. ഇനി ഒന്നും സംഭവിക്കില്ല. വിഷമിക്കേണ്ട അപ്പൂപ്പ, ഞങ്ങളെല്ലാം ശരിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോവൂ. എന്തായാലും ഒരുത്തൻ പുറത്തായി. ഇനി അടുത്ത നിങ്ങൾ 3 പേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പണി ഞാൻ തീർക്കും. നീ കാരണമായി എന്റെ അളിയൻ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ നീ വെറുതെ പോകാമെന്ന് വിചാരിച്ചോ? ഇന്ന് നിന്റെ പണി ഞങ്ങൾ തീർക്കും. അത് മണി അടിച്ചടിച്ച് തന്നെ. സംശയമുണ്ടോ? നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇന്നത്തോടു കൂടെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പണി ഞങ്ങൾ തീർക്കും. ടീം റെഡിയാണോ? യെസ് ബോസ്. ഓതിരം
അറ്റാക്ക്. ഇവൻ അപകടം പിടിച്ച ഒരു ബാറ്റ്സ്മാൻ ആണ്. നിങ്ങൾ തന്നെ ഇവനെ കൈകാര്യം ചെയ്യണം, കേട്ടല്ലോ. എന്നാ പിടിച്ചോ. ഇതുകൂടെ ഇരിക്കട്ടെ, ഇതും ഇരിക്കട്ടെ. രക്ഷപ്പെട്ടോ മക്കളെ, ഈ രാക്ഷസനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. ഈ കിഴവനും പൂച്ചകളും പറഞ്ഞത് ശരി തന്നെയാ, പക്ഷെ ഞാൻ ആരെയും വിടില്ല. അയ്യോ നീ വിടണ്ട, പിടിച്ചു വെച്ചോ, ഇന്നത്തോടെ കഥ തീരും. വേഗം എനിക്ക് ശക്തി തരൂ. ഇവൻ എങ്ങനെയാണ് ഇത്രയും വേഗം രക്ഷപ്പെട്ടത്? ഞാൻ വന്നു കഴിഞ്ഞു, ഇനി പ്രശ്നം നിനക്കാണ്. ഇനി നിന്റെ ഊഴമാണ് ഗുരു ഗണ്ടാൽ. പണിക്കെന്തായാലും സഹായം വേണം. മോനെ, തനിക്ക് ആരുടെ സഹായം ആവശ്യമായിരുന്നോ അയാൾ എത്തിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഹണി, ഹണി,
എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക്. ഹണി, അവനെ വിട്ടേക്കടാ. അവൻ തോൽവി സമ്മതിച്ചു. അതുകൊണ്ട് ഇനി അവനെ ഒന്നും ചെയ്യണ്ട ഷേർ സിംഗ്. അല്ല, എനിക്കെന്താണ് സംഭവിച്ചത്? എടാ ഹണി, നീ എന്തായാലും കലക്കി സിൽക്കിന്റെ കുപ്പായം അണിഞ്ഞ് എന്നോട് ക്ഷമിക്ക്. എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ശക്തി നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഇന്നു മുതൽ അത് സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഇനി ഈ ക്രിക്കറ്റ് ഗ്യാങ് ഒരിക്കലും ഇവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുകയില്ല. ഹണി ഇപ്പോൾ തല്ലിയ തല്ലിനുമാർ ക്രിക്കറ്റ് എന്നല്ല വേറെ ഒന്നും കളിക്കാൻ പറ്റുകയില്ല. സംശയമുണ്ടോ? ഹണി, നീ എല്ലാ പ്രശ്നങ്ങളും തീർത്തിരിക്കുകയാണ്. കലക്കി. മുത്തശ്ശ, ഞാനപ്പ അടിച്ചു പൊളിച്ചു അല്ലേ? അതെ, പക്ഷെ എന്നെ പോലെ ഒന്നുമല്ല. നീ പൊളിക്കുകയാണെങ്കിൽ അത് ഉള്ളി പൊളിക്കുന്ന പോലെയാകും. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.